ഞാൻ നിന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്ത് റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്നു അത് ഞാൻ അപ്പോൾ റെസ്പോണ്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ചെറിയൊരു വഴക്കാളിയായിട്ടും ചെറിയ ദേഷ്യമുള്ള ആളായിട്ടും എനിക്ക് തോന്നുന്നത്. കാരണം അത് നമ്മൾ ഏതൊരു മനുഷ്യനും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സിറ്റുവേഷൻ കണ്ടാൽ നമ്മൾ പ്രതികരിക്കും, നമ്മൾ പ്രതികരിച്ച് പോകും. നമ്മൾ ഇമേജ് കോൺഷ്യസ് അല്ലാതെ നമ്മൾ ഫാൻസിനെ ഉണ്ടാക്കാനല്ല എന്നുള്ള രീതിയിലാണ് അവിടെ പോയി നിൽക്കുന്നതെങ്കിൽ നമ്മൾ പ്രതികരിച്ച് പോകും. പ്രതികരണം എന്റെ ഭയങ്കര കൂടി പോയി എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആവശ്യമില്ലാതെ ഇല്ല. ലാലേട്ടന്റെ പണിഷ്മെന്റ് ഒക്കെ കിട്ടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ആക്ച്വലി അതും എന്റെ പ്രതികരണം കൂടി പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു റിയാലിറ്റി ഷോ ആണ്, എല്ലാവരും കാണുന്ന ഷോ ആണ്. അതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് പ്രതികരിച്ചത് ഒട്ടും കുറഞ്ഞു പറ്റില്ല. അത് റംസാൻ എവിടെയോ പറയുന്നുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ നമ്മള് ഇഷ്യൂസ് ഉണ്ടായിട്ട് അത് സോൾവ് ചെയ്ത സംഭവങ്ങളൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. അല്ല, അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ റിയാലിറ്റി ഷോയുടെ ഒരു റൂട്ടാണ്, അത് എഗ്രിമെന്റിൽ തന്നെ ഉണ്ട്. സോ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓഡിയൻസ് എന്ത് കാണുന്നു നോക്കിക്കഴിഞ്ഞാലാണ് ആ പേടി, ആ ടെൻഷൻ, ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് നമുക്കറിയാലോ. ഇപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു നോക്കിയാൽ പോരെ. റംസാൻ, ഒരു സെഗ്മെന്റും കൂടെ, ഒരു കോൾ എ ഫ്രണ്ട് എന്നുള്ളൊരു സെഗ്മെന്റ് ആണ്. അപ്പോ ആരെങ്കിലും വിളിച്ചിട്ട് ഒന്ന് ചോദിക്കാൻ റംസാനെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിക്കട്ടെ. എന്നെ പറ്റി എന്റെ ഫ്രണ്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല അഭിപ്രായമല്ലേ പറയുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല, മോശം അഭിപ്രായം പറയുന്ന ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പൊ ആരെയാ നമ്മൾ വിളിക്കാം? സനിയനോ അല്ലെങ്കിൽ ദിൽഷേനെ ആരെങ്കിലും വിളിക്കും? സനിയ എനിക്ക് തോന്നുന്നു എന്തോ ഷൂട്ടോ പരിപാടിയായിട്ട് നിൽക്കാണ്. ദിൽഷ പ്രാക്ടീസിലാണ്. ഓക്കെ, അപ്പൊ ആരെ നമുക്കിപ്പോ വിളിക്കാൻ പറ്റാ? നമുക്ക് പ്രാക്ടീസ് മുടക്കി നോക്കാം. ഓക്കെ. അയ്യോ, വിളിക്കുമ്പോൾ തന്നെ മങ്കിന്ന് വിളിക്കും. അത് കേക്കണം. മാറ്റിക്കും. എടി, ഞാൻ ലൗഡ് സ്പീക്കറിലാണ്, ഇന്റർവ്യൂലാണ്. നീ പ്രാക്ടീസിലാ? ഇവരെ കോൾ എ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ട് നിന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താണ് റംസാനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നെ കുറിച്ച് രണ്ടു വാക്ക് പൊക്കി പറയാൻ? ഇല്ല, അഭിപ്രായം പറഞ്ഞാൽ മതി, അത് പൊക്കി പറയണമെന്നില്ല. അഭിപ്രായം പറഞ്ഞാൽ മതി. എന്നെ പറ്റി പറഞ്ഞോ. മൊത്തത്തില് റംസാൻ ഇത് കൊളാക്കല്ലേ, നീ എന്തെങ്കിലുമൊക്കെ പറ. ഓൾറെഡി ഇവിടെ ഷൂട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു, പറ. റംസാൻ എനിക്ക് നല്ല ഗുഡ് ഫ്രണ്ട് ആണ്, പിന്നെ നല്ല ഡാൻസർ ആണ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഡാൻസർ റംസാൻ. പിന്നെ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അറിയാം, ഇപ്പം കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം. മതിയോ? ഇതിപ്പോ എന്നെ കുറിച്ചാണോ നിന്നെ കുറിച്ചാണോ? ഹായ് ദിൽഷ. ഹലോ. ഹായ്. അതെ, റംസാന് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടോ? ഒരു വലിയ ഉപദേശം അന്നൊരു 2 ഉപദേശം പറയോ റംസാന് കൊടുക്കാനുള്ള? അതിൽ ഫസ്റ്റ് ഉപദേശം എന്താന്ന് അവൻ അറിയാം, ഒന്ന് അവനോട് തന്നെ ചോദിച്ചു നോക്ക്. അതെന്താ? ദേഷ്യാണോ? കറക്റ്റ്. ഓക്കെ, അതിലെങ്ങനെയായിരിക്കും ദിൽഷ എങ്ങനെ ഉപദേശിക്കാൻ പോകുന്നത് ആ കാര്യത്തില്? ഇല്ല, ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ദേഷ്യം വരുമ്പോ ഞാൻ പറയാറുണ്ട്, നീ അതൊന്ന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത്രേ ഉള്ളൂ, പക്ഷെ അത്ര ഇതൊന്നുമില്ല. ഓക്കെയാണ്. ദിൽഷയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നന്നായിട്ട്. റീൽസ് എടുക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് അവൻ വഴക്കാണ് കിട്ടാറ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഉപദേശം? രണ്ടാമത്തെ ഉപദേശം എന്താ പറയാ, ഇത് കഴിയുമ്പോ ഞാൻ അവനെ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഉപദേശം ഇതന്നെ. രണ്ടാമത്തെ ഉപദേശം നമുക്ക് ഇതന്നെ പറയാം. റീൽസ് എടുക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ എന്താ പറയാ, നീ ഇങ്ങനെ വഴക്ക് പറയാതെ കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ദിൽഷ, താങ്ക് യു സോ മച്ച്. പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ. ശരി. കേട്ടല്ലോ 2 ഉപദേശം. റീസൺ ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, കഥ കഴിഞ്ഞിട്ടില്ല. നമ്മള് ഡാൻസ് ഓക്കെ, നമ്മളിപ്പോ ചെയ്തതിൽ ഒരെണ്ണം മാത്രമാണ് റൊമാൻറ്റിക് ആണ് പെർഫോമൻസ് ചെയ്തെങ്കിലും ഒരെണ്ണം കുറച്ച് ഫോക്ക് ടൈപ്പ് മല്ലിപ്പൂ നമ്മൾ ചെയ്തു. അത് അടിപൊളിയായിരുന്നു. അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മള് വേറൊരു ഡാൻസ് അന്ന് രാവിലെ ഷൂട്ട് ചെയ്യാൻ പോയി പാട്ട് കേട്ടു, വൈകുന്നേരം കോസ്റ്റ്യൂം എടുത്ത് അപ്പൊ ഷൂട്ട് ചെയ്ത് അപ്പൊ എടുത്തു. ആ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കിയാൽ പോലും പഠിക്കാൻ പറ്റില്ല. നമ്മള് അത് ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ റീസെന്റ് ചെയ്ത സംഭവത്തില് അത് റൊമാൻറ്റിക് പെർഫോമൻസ് ആണ്.
അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുക ഇങ്ങനെ ടെക്നിക്കലി അപ്പോൾ ദിൽഷ നല്ല ഭംഗിയായിട്ട് നല്ല കുട്ടിയായിട്ട് എല്ലാം പഠിക്കും. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ വേറെ സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു ക്രൂവോ എനിക്കൊരു അങ്ങനെ ആരും ഇല്ല. അപ്പം നമ്മൾ തന്നെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം, നമ്മൾ തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യണം, ക്യാമറ മാത്രം വേറെ ആൾ വരും. അപ്പോൾ പ്രോപ്പർട്ടി എടുക്ക് മാറിപ്പോവും. അപ്പോൾ പിന്നെ നമ്മൾ സെറ്റ് ചെയ്യണം, കോസ്റ്റ്യൂം നമ്മൾ നോക്കണം, മേക്കപ്പ് നോക്കണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ആൾ തെറ്റിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വരില്ലേ? അല്ല റംസാൻ, ചെറുതായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നന്നാക്കിയ സംഭവം, എല്ലാം പെർഫെക്റ്റ് ആക്കിയതാ. എന്നിട്ട് തെറ്റിക്കുമ്പോൾ ഞാൻ പറയും, അതും ഞാൻ ദേഷ്യപ്പെട്ടല്ല പറയും, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ദേഷ്യമായിട്ട് തോന്നുന്നതാണ്. പക്ഷെ പാവം ഇങ്ങനെ ദേഷ്യപ്പെടരുതിട്ടാ. ദേഷ്യപ്പെട്ടില്ല, ഞാൻ കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ. ദിൽഷ കരയോ പെട്ടെന്ന്? റംസാൻ വഴക്ക് പറയുമ്പോഴും കരയോ? ഞാൻ നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്യടി എന്ന് പറഞ്ഞാൽ മുഖം മാറും. ഓക്കെ. അപ്പോൾ ഓക്കെ റംസാൻ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തതിൽ. റംസാന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഡാൻസ് ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഇപ്പൊ കഥക്ക് പഠിക്കാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹം അതങ്ങനെ നിൽക്കുന്നു. ഉണ്ട്, അതെല്ലാം നടക്കട്ടെ. ഗ്രാജുവലി ആണല്ലോ. അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നടക്കട്ടെ. അതുപോലെ തന്നെ മൂവി റംസാന്റെ ആഗ്രഹം പോലെ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ റംസാന് ചെയ്യാൻ പറ്റട്ടെ. ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ. ഒരൊറ്റ റിക്വസ്റ്റ് ഉണ്ട്, ഈ റീൽസ് ഒക്കെ നിങ്ങൾ ആദ്യം ഒരു പ്രോമോ ഇറക്കില്ലേ, അത് കണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് തന്നെ അതിന്റെ ഫുൾ വീഡിയോ ഇറക്കിയേക്കണം. ഭയങ്കര ലേറ്റ് ആക്കി അങ്ങനെയൊന്നും ചെയ്യരുത്. ദിൽഷയും റംസാനെയും അറിയാത്ത മിനി സ്ക്രീൻ പ്രേക്ഷകർ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. ഇരുവരും ഡാൻസേഴ്സ് ആണ്. ദിൽഷയാണെങ്കിലും റംസാൻ ആണെങ്കിലും D4 ഡാൻസ് എന്ന പരിപാടിയിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. പിന്നീട് ബിഗ് ബോസിൽ മത്സരിച്ച് ഇരുവരും നമുക്ക് പ്രിയങ്കരായി മാറുകയും ചെയ്തു. റംസാനെ എപ്പോഴും നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി എന്ന നിലയിലാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ ബിഗ് ബോസിൽ എത്തിയപ്പോൾ റംസാന്റെ ദേഷ്യവും ആ ആറ്റിറ്റ്യൂഡും ഒക്കെ നമുക്ക് ഇത്തിരിയൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പിന്നീട് അത് മാറുകയും ചെയ്തു. റംസാനും ദിൽഷയും വിവാഹിതരാകുമോ എന്ന കാര്യം പലപ്പോഴും സോഷ്യൽ മീഡിയ ചോദിച്ചിട്ടുള്ളതാണ്. ഇരുവരുടെയും അറ്റാച്ച്മെന്റും ഇരുവരും ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഇവർ ഒന്നിക്കും എന്ന് തന്നെയാണ് പലപ്പോഴും പറഞ്ഞത്. എന്നാൽ ദിൽഷയെക്കാളും പ്രായം കുറവാണ് റംസാന. ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. ഈ സൗഹൃദത്തെ തന്നെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ആയുധമാക്കിയിട്ടുള്ളത്. എന്നാൽ ഡാൻസേഴ്സ് എന്നതിലുപരി ഇപ്പോൾ അടുത്ത കൂട്ടുകാരാണ്, ഒരു കുടുംബം പോലെയാണ് ദിൽഷയും റംസാനും. റംസാന്റെ ഒരു ഇന്റർവ്യൂവിൽ റംസാനും ദിൽഷയ്ക്ക് കൊടുത്ത ഒരു പണിയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഇരുവരുടെയും സൗഹൃദം തന്നെ ആ ഒരു ഫോൺ കോളിൽ നമുക്ക് മനസ്സിലാകും.